ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് മെട്രിക്സിൻ്റെ തേർഡ് പാർട്ടി വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ മെട്രിക്സുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻസ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന പ്ലസ് മൈനസ് ഇൻറ്റു അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഓക്കെ, സിമ്പിളുമാണ്, പെട്ടെന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ എനിക്ക് രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യണം എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് മെട്രിക്സ് 1 2 3 4, സെക്കൻഡ് മെട്രിക്സ് 0 5 6 9. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ട് മെട്രിക്സ്. അപ്പോൾ എനിക്കിതിനെ കൂട്ടണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എയും ബിയും കൂടെ കൂട്ടണം. ഓക്കെ, അപ്പോൾ കൂട്ടാൻ വേണ്ടിയിട്ട് ഇത്രയേ ഉള്ളൂ. കറസ്പോണ്ടിങ് സ്ഥാനത്തുള്ളതിനൊക്കെ കൂട്ടുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ എനിക്ക് ഇവിടുത്തെ എലമെൻ്റ് ആണ് വേണ്ടതെങ്കിൽ 1 ഉം 0 കൂടെ കൂട്ടുക. 1 2 + 5 7 3 + 6 9 4 + 9 13. അപ്പോൾ എനിക്ക് എന്തായി? എയും ബിയും കൂടെ കൂട്ടിയ ഒരു പുതിയ മെട്രിക്സ് കിട്ടി. അത്രയുള്ള അഡീഷൻ ഓഫ് മെട്രിക്സ് എന്ന് പറയുമ്പോഴേക്കും ജസ്റ്റ് കറസ്പോണ്ടിങ് എലമെന്റ്സിനെ തന്നെ ജസ്റ്റ് അങ്ങോട്ട് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ന്യൂ മെട്രിക്സ് കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരേ ഓർഡറിലുള്ളതിനെ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, അതായത് ഒരേ പൊസിഷനിലായിരിക്കണം, ഒരേ ഓർഡറുമായിരിക്കണം. അപ്പോൾ അതാണ് അഡീഷനിൽ വരുന്നത്. ഓർഡർ രണ്ടും രണ്ടാണെങ്കിൽ നമുക്കത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് സബ്ട്രാക്ഷൻ ആണെങ്കിലും ഇതുപോലെ തന്നെ. ഫോർ എക്സാമ്പിൾ ഇപ്പം എ മൈനസ് ബി ആണെങ്കിൽ നേരത്തെ എങ്ങനെ ആഡ് ചെയ്തു അതുപോലെ തന്നെ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. 1 - 0 1 2 - 5 - 3 3 - 6 - 3 4 - 9 - 5. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? എ മൈനസ് ബി മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എ പ്ലസ് ബിയും കിട്ടി, എ മൈനസ് ബിയും കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മെട്രിക്സിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും വരുന്നത്. ജസ്റ്റ് ആ കറസ്പോണ്ടിങ് എലമെന്റ്സ് സെയിം ഓർഡറിലാണെങ്കിൽ പിടിച്ചങ്ങ് ആഡ് ചെയ്യുക, മൈനസ് ചെയ്യുക, അത്രേ ഉള്ളൂ. വെരി സിമ്പിളാണ്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് മൾട്ടിപ്ലിക്കേഷൻ ബൈ സ്കാലാർ. അതായത് ഇപ്പോൾ ഒരു മെട്രിക്സ് നമുക്ക് കിട്ടി എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1 2 3 4 5 6 7 8 9 ഇസ് എ 3/3 മെട്രിക്സ്. ഓക്കെ, അപ്പം ഞാനിതിന് ഒരു കോമൺ നമ്പർ, അതാണ് സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതൊരു കോമൺ നമ്പർ കൊണ്ട് ഞാനിതിന് മൾട്ടിപ്ലൈ ചെയ്യുക. 3 എന്നുള്ളൊരു കോമൺ നമ്പർ കൊണ്ട് ഈ മെട്രിക്സിനെ മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പം ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ 3നെ ഈ 9 പേരെ കൊണ്ടും ഗുണിക്കുക. അതാണ് സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ആ നമ്പർ കൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ജി എന്ന് പറയുന്നത് 3 6 9 12 15 18 21 24 27. ഓക്കെ, അപ്പം ഇതാണ് 3G എന്ന് പറയുന്നത്. 3 × G അല്ലേ? അപ്പോൾ G അല്ല, 3G. G എന്ന് പറയുന്നത് ഇത്. അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 3G കിട്ടും. അപ്പോൾ പുതിയ മെട്രിക്സ് ഇതാണ്. ഓക്കെ, അപ്പോൾ സ്കാലാർ മൾട്ടിപ്ലിക്കേഷനിൽ ചെയ്യേണ്ടിയിട്ടുള്ളൂ പുറത്ത് ആ ഒരു നമ്പർ കൊണ്ട് മെട്രിക്സിലുള്ള എല്ലാ എൻട്രീസിനെയും മൾട്ടിപ്ലൈ ചെയ്യാം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നെഗറ്റീവ് എന്ന് പറയുന്നത് മൈനസ് ജി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ജി എന്നുള്ള മെട്രിക്സിന്റെ നെഗറ്റീവ് മെട്രിക്സ് എന്ന് പറയുന്നത് എല്ലാത്തിനെയും -1 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഇതെല്ലാം എന്ത് ചെയ്യും? മൈനസ് ആകും. ഇപ്പം -G ആണെങ്കിൽ -G മെട്രിക്സ് എന്ന് പറയുന്നത് -1 -2 -3 -4 -5 -6 -7 -8 -9. ഓക്കെ, അപ്പോൾ ഇതാണ് നെഗറ്റീവ് ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ -1 കൊണ്ട് എല്ലാ എൻട്രീസിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, എല്ലാ എലമെന്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് ആ മെട്രിക്സിന്റെ നെഗറ്റീവ് കിട്ടും. ഓക്കെ, ഡിഫറൻസ് കാണുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ജസ്റ്റ് മൈനസിന്റെ കേസ് തന്നെയാണ് ഇത് വരുന്നത്. ഇനി മെട്രിക്സ് അഡീഷന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പറയാം. അതായത് ഇപ്പോൾ രണ്ട് മെട്രിക്സ് എങ്ങനെ കൂട്ടിയാൽ നമുക്ക് ഒരേ ഉത്തരം തന്നെയാണ് കിട്ടുന്നത്. ഇപ്പോൾ ഞാനിവിടെ എടുത്ത ഈ എക്സാമ്പിൾ തന്നെ നോക്കുക. എയും ബിയും കൂടെ കൂട്ടിയാലും ബിയും എയും കൂടെ കൂട്ടിയാലും സെയിം ഇത് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അതിനെ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയും. കമ്മ്യൂട്ടേറ്റീവ് ലോ. ഓക്കെ, ഇനിയുള്ളതാണ് അസോസിയേറ്റീവ് ലോ. അതായത് ഞാൻ ആദ്യം എയും ബിയും കൂടെ ആഡ് ചെയ്തു, എന്നിട്ട് സി ആഡ് ചെയ്യുക എന്ന് പറയുന്നത് എനെ ഒറ്റക്ക് നിർത്തി ബിയും സിയും കൂടെ ആഡ് ചെയ്യിച്ചതിന് തുല്യമാണ്. ഓക്കെ, അതായത് എങ്ങനെ കൂട്ടിയാലും കുഴപ്പമില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ലോന്റെ പേരാണ് അസോസിയേറ്റീവ് ലോ. അസോസിയേറ്റീവ് ലോ. ഓക്കെ, ഇനി അടുത്തതാണ് എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡന്റിറ്റി.
അതായത് ഇപ്പം ഞാനൊരു മെട്രിക്സ്, ആദ്യത്തെ ഈ മെട്രിക്സ് തന്നെ എടുക്കാം. എ ഈസ് ഈക്വൽ ടു 1 2 3 4 എന്നുള്ള മെട്രിക്സ് എടുക്കാം. ഓക്കെ, അപ്പോൾ ആ മെട്രിക്സ് എടുത്തു. ആ മെട്രിക്സിനോട് എന്ത് കൂട്ടിയാലാണ് എനിക്ക് അതേ മെട്രിക്സ് കിട്ടുക? നൾ മെട്രിക്സ് കൂട്ടണം അല്ലേ? 0. അപ്പോൾ 0യാണ് അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, മെട്രിക്സ് അഡീഷനിൽ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് 0യാണ്. അതായത് ഇത്രയും ചിന്തിച്ചാൽ മതി. ഇപ്പോൾ 5നോട് എന്ത് കൂട്ടിക്കഴിഞ്ഞാൽ 5 തന്നെ കിട്ടും, 0 കൂട്ടണം. അപ്പോൾ 0യാണ് അഡീഷന്റെ കേസിൽ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ മെട്രിക്സ് ആയതുകൊണ്ട് മെട്രിക്സ് അഡീഷന്റെ കേസിൽ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് നൾ മെട്രിക്സ് ആണ്. അതായത് ഇത്രയും ചിന്തിച്ചാൽ മതി. ഇപ്പോൾ 1 2 3 4 എന്നുള്ള മെട്രിക്സിന്റെ കൂടെ ഞാൻ 0 0 0 0 എന്നുള്ള 2x2 മെട്രിക്സ് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നു? എ തന്നെ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നില്ല. എന്റെ കൂടെ എന്തോ കൂട്ടിയപ്പോൾ എനിക്ക് എ തന്നെ കിട്ടണമെങ്കിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും കൂട്ടിയിട്ടില്ല. ഓക്കെ, 0യാണ് ആഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ അവിടെ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് 0 0 0 എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഇനി അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു മെട്രിക്സ് ഉണ്ട് എ തന്നെ, അതിൻ്റെ കൂടെ എന്തോ ഒന്ന് കൂട്ടിയപ്പോൾ എനിക്ക് 0 കിട്ടി. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? -a ആയിരിക്കും, അതായത് നെഗറ്റീവ് ഓഫ് മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 2 3 4 ആണ് മെട്രിക്സ് എ എങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ -1 -2 -3 -4 എന്നുള്ള മെട്രിക്സ് കൂട്ടുമ്പോഴാണ് എനിക്ക് നൾ മെട്രിക്സ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടത്തെ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് അഡീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇതിന്റെ നേരെ ഇൻവേഴ്സ്. -1 കൊണ്ട് മൾട്ടിപ്ലൈ, ഇവിടെ എല്ലാ എലമെന്റ്സിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും എനിക്ക് നെഗറ്റീവ് ഓഫ് എ കിട്ടും. അപ്പോൾ എയുടെ കൂടെ ഞാൻ നെഗറ്റീവ് ഓഫ് എ കൂട്ടിയാൽ എനിക്ക് 0 കിട്ടും. ഓക്കെ, അപ്പോൾ ആ എയുടെ കൂടെ കൂട്ടുന്നത് എയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് ആയിരിക്കും. ആ ഇൻവേഴ്സ് കൂട്ടുമ്പോഴാണ് എനിക്ക് 0 കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും മനസ്സിലാക്കുക. ഇനി ജസ്റ്റ് സ്കാലാർ മൾട്ടിപ്ലിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എ ബി 2 മെട്രിക്സസ് ആണ്. അപ്പം ഞാനതിന് കെ എന്ന് പറയുന്ന ഒരു സ്കാലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും എന്താ വരുന്നത്? ജസ്റ്റ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. കെ എ പ്ലസ് കെ ബി. ഇത് തന്നെ നമുക്ക് 2 മെട്രിക്സ് കൂട്ടി അതിനെ കോമൺ നമ്പർ കൊണ്ട് ഗുണിക്കുമ്പോഴേക്കും രണ്ടിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും അറിയാം ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ജസ്റ്റ് മെട്രിക്സ് അഡീഷൻ, മെട്രിക്സ് സബ്ട്രാക്ഷൻ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ. ഈ 3 ടോപ്പിക്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയും ഈ പറഞ്ഞ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അതായത് ഞാൻ ക്വസ്റ്റ്യൻസിന്റെ എക്സാമ്പിൾസ് ഞാൻ ഇവിടെ ഇട്ടു. ഇത് അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ടെക്സ്റ്റിലെ ചോദ്യങ്ങൾ കുറെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അതിൽ കൂടുതൽ കുറച്ചുകൂടെ ചെയ്യാനായിട്ടുള്ളൊരു ഇത് കിട്ടും. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്.